ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യയിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഓലൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് കൂടുതൽ ടേസ്റ്റിയിലും അതുപോലെ തന്നെ സിമ്പിളായിട്ടുമാണ് ഈ ഓലൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ ആയ സമയത്ത് എന്തായാലും ഒരുവിധം വീടുകളിലൊക്കെ ഓലൻ ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഓലൻ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ അധികം ഐറ്റംസ് ഒന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് പയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മത്തൻ്റെ പകുതിയുടെ പകുതി കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികമൊന്നും ഉണ്ടാക്കണില്ല, ഞങ്ങൾ പിന്നെ കുറച്ച് ആളാവുകൊണ്ട് കുറച്ചുള്ളൂ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാം ഞാൻ. ഇപ്പോൾ ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മത്തന്. ഇതുപോലെ പീസാക്കി എടുക്കണം. അപ്പോൾ പീസുകൾ ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിതാ വെള്ളപ്പയർ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർക്കാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ വെള്ളപ്പയർ ഞാനിതാ ഒരു 3/4 കപ്പ് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളപ്പയർ നന്നായിട്ട് കഴുകി എടുത്ത ശേഷം വേണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പയർ വേവുമ്പോഴേക്കും അതിലേക്കുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പോളം തേങ്ങ ഉണ്ടാവും കേട്ടോ അതിൽ. ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ തേങ്ങ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുകയല്ല ചെയ്യണത്. നമ്മൾ ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ പാല് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് അതിലിടണില്ല, അതിൻ്റെ പാല് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഓലനിൽ ഇടണുള്ളൂ. അപ്പോൾ അതിൻ്റെ പാല് ഞാൻ മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കുക്കറിലുള്ള പയർ ഇവിടെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി വേവായാൽ മതി. ഇനി നമ്മൾ നേരെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു വേവായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വെന്താൽ മതി, അധികം വെന്ത് കഴിയരുത്. എന്താണെന്ന് വെച്ചാൽ മത്തനും കൂടി നമ്മൾ ഇതിലിട്ട് വേവിക്കുകയല്ലേ, അതുകൊണ്ട് മത്തനും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കുമ്പോൾ പിന്നെ ഒന്നും കൂടി വെള്ളപ്പയർ ഒന്നും കൂടിയാണ് വേവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല, പകുതി വേവിച്ചാൽ മതി കേട്ടോ. ഇനി പകുതി വെന്ത ഈ വെള്ളപ്പയറിലേക്ക് നമ്മൾ ഈ മത്തൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത മത്തൻ ഫുള്ളായിട്ട് ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മത്തനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അപ്പോൾ ഞാനിത് കുറച്ചോളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് പച്ചവെള്ളം അല്ല ഇതിൽ ഒഴിക്കുന്നത്, നമ്മൾ നേരത്തെ എടുത്ത തേങ്ങാപ്പാലുണ്ടല്ലോ അതത് പകുതിയോളം ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്, ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ കുറച്ച് ആവിയൊക്കെ പോയ ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മത്തനും അതുപോലെ പയറൊക്കെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മത്തന് കലങ്ങി പോയിട്ടൊന്നുമില്ല, അത്യാവശ്യം ഒരു വേവായിട്ടുള്ളൂ. ഈ വേവാണ് കറക്റ്റ് കേട്ടോ. ഇപ്പോൾ കണ്ടതിൽ പയർ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ നമ്മൾ പയർ കറക്റ്റായി വേവ് കിട്ടും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പയർ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ പയർ ഇതിൽ കലങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പയർ നമുക്ക് കടിക്കാനൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വേവ് കിട്ടും. ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിലാവുമ്പോൾ നമുക്ക് കറക്റ്റായി ഇത് വീഡിയോയിൽ അത്രക്ക് കാണുന്നില്ല, അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാലുണ്ടല്ലോ അത് ഞാൻ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം നേരം ഒന്നും വറ്റിക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായി വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറി പോലെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആക്കിയെടുത്താൽ മതി, അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് ഇതൊന്ന്
താളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കുക. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഒരു സ്മെല്ലിന് മാത്രം 2 നന്നായിട്ട് കുഞ്ഞതായി കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2-3 ഉണക്കമുളകും ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുളകും അതുപോലെ ചെറിയ ഉള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലല്ലേ. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ഓലിന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണം കേട്ടോ. പണ്ട് നമ്മളെ ചേച്ചിയൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഓലിന്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് എന്തായാലും പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഒക്കെ നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഓണത്തിനൊക്കെ പോകുമ്പോൾ, അപ്പോൾ നമ്മൾ മുസ്ലിംസ് അല്ലേ, അപ്പോൾ നമ്മളങ്ങനെ ഓണമൊന്നും ഉണ്ടാക്കൂലല്ലോ. ഇപ്പോഴത്തെ പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ സദ്യ ഒന്നും ഉണ്ടാക്കൂല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓണത്തിന് ഓരോ ഓണത്തിന് നമ്മൾ കഴിച്ചിരുന്ന സദ്യയിലുണ്ടായിരുന്ന ആ ഓലത്തിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റാട്ടോ ഇത്. അതേ ഓലൻ്റെ ടേസ്റ്റാട്ടോ ഇത്. അപ്പോൾ ഇപ്പോഴൊന്നും ശരിക്കും ആ ഓലൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ശരിക്കും ഈ ഓലിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുന്നുണ്ടോ.